തിരുവനന്തപുരത്ത് നെടുമങ്ങാട്ട് LDF UDF സംഘർഷം. മഞ്ചയിൽ വെള്ളൂർക്കോണത്ത് വിജയാഹ്ലാദത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. 3 UDF പ്രവർത്തകരുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അർജുൻ കല്യാടുടെ കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ആഹ്ലാദം അതിരുവിട്ടോ? എന്താ സംഭവിച്ചത്? ഡോക്ടർ അരുൺകുമാർ, തിരുവനന്തപുരം നെടുമങ്ങാടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. LDF UDF പ്രവർത്തകർ തമ്മിൽ വിജയാഹ്ലാദ പ്രകടനത്തിനിടയിലാണ് ഇത്തരമൊരു സംഘർഷം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സജിൻ, അതുപോലെ തന്നെ സജിന്റെ പിതാവ് സദാനന്ദൻ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ റീജു എന്നിവരുടെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഈ നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അരുവിക്കര ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ബിന്ദു UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അവരുടെ മകനാണ് ഈ പരിക്കേറ്റുള്ള സജിൻ. ബിന്ദു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നേരത്തെ ഈ പറയുന്ന സജിൻ ഇപ്പോൾ ആശുപത്രിക്കകത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ആശുപത്രിക്കകത്ത് CT സ്കാൻ ഉൾപ്പെടെ തലക്കാണ് ഗുരുതരമായി പരിക്കേറ്റുന്നതെന്ന് ഇപ്പോൾ നമ്മളോട് ബിന്ദു, ഈ സജിന്റെ മാതാവ് ചേരുകയാണ്. എന്തായിരുന്നു സംഭവിച്ചത്? LDFന്റെ ആഹ്ലാദ പ്രകടനം നടന്നു കഴിഞ്ഞു പോയ സമയത്ത് അന്ന് ചീത്ത വിളിക്കുകയും പോലീസ് വന്ന് പറഞ്ഞ വിലയ്ക്ക് വിടുകയും ചെയ്തു. അതിനുശേഷം 10-25 ആൾക്കാർ വന്ന് മോനെ തറയിലിട്ട് ചവിട്ടി ഉരുട്ടി അടിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അവിടെ മത്സരിച്ച് ജയിച്ചത്? ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ച് ജയിച്ച ഒരു വ്യക്തിയാണ്. പറയുന്ന പോലെ ഒരു പ്രകോപനവും ഇല്ലാത്ത രീതിയിലായിരുന്നു ഈ ഉണ്ടായിരുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റിന് നമ്മൾ പോയിട്ടില്ല. അതായത് ഇപ്പോൾ നിങ്ങളുടെ വിജയാഹ്ലാദ പ്രകടനം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന LDF പ്രവർത്തകന്മാർ അവിടത്തേക്ക് എത്തി ആക്രമിച്ചു? അതെ, അത്രേ. ഞങ്ങളുടെ ആഹ്ലാദ പ്രകടനം കഴിഞ്ഞു പോയി. അവർ ആഹ്ലാദ പ്രകടനം നടത്തി വന്നാണ് ഇത് സംഭവിച്ചത്. ഇപ്പോൾ ആദ്യമായാണ് ഈ പറയുന്ന ഡിവിഷൻ UDF പിടിക്കുന്നത്. ഈ 15 വർഷത്തിന് ശേഷമാണ് അരുവിക്കര ബ്ലോക്ക് പഞ്ചായത്ത്, നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ അരുവിക്കര ഡിവിഷൻ UDF സ്ഥാനം. അത് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും കൂടിയാണ് ഈ ബിന്ദു. അപ്പം ഈ അവര് നമ്മളെ UDFിൽ നിന്നും LDFിലേക്ക് ഒരു സീറ്റ് പിടിച്ചു. അതിന്റെ വൈരാഗ്യമാണ് നമ്മൾ ബ്ലോക്കിൽ ജയിക്കുകയും അവരെ തിരിച്ചു പിടിക്കുകയും. സജിൻ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം, എല്ലാ സമരത്തിനും LDF ഗവൺമെന്റിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ. അവര് ഇത് വൈരാഗ്യമാണ്. അവർ വിജയത്തിന്റെ മറവിൽ അക്രമം അയച്ചുവിടുകയാണ് CPM. അവർ ഈ വിജയം പോലും അംഗീകരിക്കില്ല. തിരുവനന്തപുരത്ത് BJP ജയിച്ചാലും കുഴപ്പമില്ല, അവരെ അക്രമം അയച്ചുവിടാനാണ് ഇവരുടെ നേതൃത്വം നൽകുന്നത്. അവിടുത്തെ സ്ഥിരം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ജയിച്ചപ്പോഴും സജിനെ മർദ്ദിക്കുകയാണ് ഈ ഇപ്പം മർദ്ദിച്ച ആളുകൾ. അവിടെ CPMന്റെ സ്ഥിരം ഗുണ്ടകളാണ് ഇവർ. എന്തായാലും ഈ സജിൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഈ LDF ഈ പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ അക്രമം നടന്ന പ്രദേശത്ത് LDF ആണ് വിജയിച്ചത്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡിവിഷനിൽ UDFന്റെ സ്ഥാനാർത്ഥി ബിന്ദുവാണ് മത്സരിച്ച്. ഇവരുടെ രണ്ടുപേരുടെയും വിജയാഹ്ലാദ പ്രകടനം അവിടെ നടക്കുകയായിരുന്നു. ആദ്യം UDFന്റെ വിജയാഹ്ലാദ പ്രകടനം വേദനിപ്പിക്കുന്നതാണ്. ആഹ്ലാദ പ്രകടനങ്ങൾ അതിരുവിടാതിരിക്കുക, ജനവിധി വളരെ വിനയത്തോടുകൂടി സ്വീകരിക്കുക. അത് പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും, അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും ND ആണെങ്കിലും തിരഞ്ഞെടുപ്പാണല്ലോ, ജീവൻ കൊണ്ട് കളിക്കേണ്ട കളിയല്ലല്ലോ.